ഈ ലെബനനിൽ ഉണ്ടായ സ്ഫോടനം, അത് ആദ്യം ഈ പേജർ വഴിയൊക്കെ സ്ഫോടനം ഒക്കെ പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആയി. എങ്ങനെ ഇത്രയും മാത്രം നെറ്റ്വർക്ക് ആസൂത്രിതമായി ചെയ്യുന്നു എന്നുള്ളതൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. നമ്മളെല്ലാം മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പേജർ പോലുള്ള ഒരു ചെറിയ ഡിവൈസ് എന്തിനു ഉപയോഗിക്കുന്നു, ഇങ്ങനെ ഒരു ചെറിയ ഡിവൈസ് എങ്ങനെ പൊട്ടിത്തെറിച്ചു എന്നുള്ള നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ച രീതിയിലുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു ഇന്നലെ നടന്നത്. ഇന്നലെ മെനിഞ്ഞാന്ന് നടന്നതായിരുന്നു ഈ പേജർ സ്ഫോടനം. അതിന് തൊട്ടു പിന്നാലെ ഇന്നലെ വീണ്ടും ലെബനനിൽ സ്ഫോടനം. 3000-ഓളം പേജറുകൾ പൊട്ടിത്തെറിച്ച് 12 പേർ കൊല്ലപ്പെടുകയും ഏകദേശം 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണത്തിന് പിന്നാലെ ലെബനനിൽ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ. ബുധനാഴ്ച ഉച്ചയോടെ ലെബനനിലുടനീളം ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ച വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ 20 പേർ കൊല്ലപ്പെടുകയും 100 കണക്കിന് പേർക്കാണ് പരിക്കേൽക്കുകയും ചെയ്തത്. ഈ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലാണ് ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ മരിച്ചവരുടെ ഫ്യൂണറൽ സമയത്താണ് ഈ വാക്കി ടോക്കികൾ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ഈ വോക്കി ടോക്കികളും ഈ സമാനമായ രീതിയിൽ തന്നെ വലിയൊരു ശൃംഖല നെറ്റ്വർക്കായി തന്നെയാണോ അങ്ങനെയാണ് പ്രവർത്തിപ്പിച്ചത്? പക്ഷെ ഇതിലെങ്ങനെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ ചേർത്തതെന്നോ അങ്ങനെ തുടങ്ങിയുള്ള വിവരങ്ങളും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷെ പേജറുകൾ ഇത് ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ തന്നെയായിട്ട് ഇസ്രായേൽ ആണെന്ന് സംശയിക്കുന്നു. ഇസ്രായേൽ ഇതിന് പ്രതികരിച്ചിട്ടില്ല ഇതുവരെയും. അപ്പോൾ ഇസ്രായേൽ ഇതിൽ സ്ഫോടക വസ്തുക്കൾ 1 മുതൽ 2 ഔൺസ് വരെയുള്ള സ്ഫോടക വസ്തുക്കൾ ഈ ഒരു ചെറിയ യൂണിറ്റിൽ വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പേജറുകളിൽ വോക്കി ടോക്കി സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്കിതുവരെ ലഭ്യമല്ല. മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട രാജ്യാന്തര വാർത്തയുണ്ടോ ഈ ദിവസങ്ങളിൽ? തീർച്ചയായും. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് US ഇലക്ഷനിലേക്ക് ആണ് നമ്മൾ നോക്കുന്നത്. US ഇലക്ഷൻ നമുക്കറിയാം ഈ അടുത്തിടയ്ക്ക് സംവാദം നടന്നിരുന്നു. അപ്പോൾ ഈ സംവാദത്തിന് ശേഷം കമല ഹാരിസിന് പിന്തുണയേറുന്നു എന്നൊരു വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് അഭിമാനം കൊള്ളാം അങ്ങനെയുള്ളൊരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ കമല ഹാരിസിന് 538 പോയിന്റുകളിലാണ് അങ്ങനെ ഒരു മുന്നേറ്റം നമ്മൾ കണ്ടിരിക്കുന്നത്. അതുപോലെ ഗസയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഗസയിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിനിടെ 23 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 54 പേർക്കാണ് പരിക്കേറ്റത്. ഇതോടെ ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 41,272 ആയി. 95,551 പേർക്കാണ് പരിക്കേറ്റത്.